സെക്രട്ടറിന് മുമ്പിൽ ആശാ വർക്കർമാർ ആരംഭിച്ച സമരം തുടരുകയാണ്. ഇന്ന് 15ാം ദിവസമാണ് അവർ ഇവിടെ സമരം ആരംഭിച്ചിട്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വീടുകളിൽ അത്രയ്ക്ക് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പിക്കണം. കാരണം അവരുടെ ഭാവിയാണ് അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ സമരം നടത്തുന്നു. പക്ഷേ സർക്കാർ ഇതുവരെ ഒന്നും കണ്ണു തുറന്നില്ല. ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയെങ്കിലും ഞങ്ങളോട് കാണിക്കണം. ഞങ്ങളുടെ ദാരിദ്ര്യം കൊണ്ട്, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങിയത്. ഇത്രയും നാൾ ഞങ്ങൾ ഇറങ്ങിയില്ലല്ലോ. ഞങ്ങൾ ചോദിക്കാതെ തന്നെ തരേണ്ട ആളുകളാണ്. പ്രായങ്ങൾ ആയി വരണം. നമുക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ വേണം. പിന്നെ ഒരു പെൻഷൻ വേണം. പിന്നെ സാലറി കൂട്ടി തരണം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളെ ആവശ്യങ്ങൾ. CPM നേതാവ് ഒരു ലേഖനം എഴുതിയിരിക്കുകയാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ സമരത്തെ തള്ളിപ്പറയുന്നത് അറിയില്ല. അരാഷ്ട്രീയമായ സമരമാണെന്നൊക്കെ പറയുന്നു. ഇത് ജീവിക്കാൻ വേണ്ടി ആശാവർക്കർമാർ നടത്തുന്നൊരു സമരമാണ്. പ്രതിദിനം 232 രൂപ കൈപ്പറ്റിക്കൊണ്ട്, അത് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ആ വേതനം കൈപ്പറ്റിക്കൊണ്ടാണ് കേരളത്തിൽ ആശാവർക്കർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ അടുത്ത സമയത്താണ് 7000 ആയത്. അതിന് മുമ്പ് 6000 4000 ഒക്കെ ആയിരുന്നു. അതൊന്നും അവർ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ ആ ലേഖനം എന്ന് പറയുന്നത് സത്യത്തിൽ അസംബന്ധങ്ങളുടെ ഒരു കൂടാരമാണ്. അവിടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു കുറേയധികം അസംബന്ധങ്ങളുണ്ട്. VS അച്യുതാനന്ദൻ്റെ കാലത്ത് 3000 രൂപ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷവും UDF സർക്കാർ വന്നപ്പോൾ അത് 700 രൂപ കുറഞ്ഞു എന്ന് പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ വേതനം ക്രമാനുഗതമായി കൂടുന്നതാണ്. VSൻ്റെ കാലത്ത് അങ്ങനെ കൊടുത്തിരുന്നതേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു തൊഴിലാളി യൂണിയൻ്റെ ഒരു നേതാവായിരുന്നുകൊണ്ട് ഈ അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നത് സത്യത്തിൽ അദ്ദേഹം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ആളുകൾ അതിനെ പുച്ഛത്തോടെ മനസ്സിലാക്കുകയുള്ളൂ. ഇനി സമരത്തിൻ്റെ രീതി എങ്ങനെയാണ്? 15 ദിവസം വേണ്ടിയിരിക്കുകയാണ് സമരം. ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അത് അനിശ്ചിതകാല പണിമുടക്കുന്നത് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആലപ്പുഴയിലും മലപ്പുറത്തും കോഴിക്കോടുമെല്ലാം ജില്ലാ കൺവെൻഷനുകൾ നടക്കുകയാണ്. സമരം ശക്തമാകും. ഓരോ ദിവസവും കഴിയുമ്പോഴും സമരത്തെ പിന്തുണച്ച് മുന്നോട്ട് കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയാണ്. K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് പിന്തുണയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ ഈ സമരത്തുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അധികാരമുള്ളപ്പോൾ ദ്രോഹിച്ചവരൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് നടു റോട്ടിൽ വിചാരണ ചെയ്യുമ്പോൾ അന്ന് ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ അറിയും. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, വെറുതെ വാചക കസർത്ത് നടത്താതെ ഈ ആശാ വർക്കർമാരെ നിങ്ങളൊന്ന് സഹായിക്കുക. അതല്ല, നിങ്ങൾക്ക് ഇതിനൊന്നും ഒന്നാമത് അവരുടെ വകുപ്പുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ കയറിയ രോഗികളെ മരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ സംസ്ഥാനം എത്തി. ഭരിച്ചു സ്വന്തം വീട്ടിലെ അടുപ്പ് പുകയാനാണ് കഴിഞ്ഞ 15 ദിവസമായി ഈ ആശാ വർക്കർമാർ സെക്രട്ടറിന് മുമ്പിൽ സമരം ആരംഭിച്ചിട്ടത്. അനുകൂലമായൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുണ്ടാകുന്നതുവരെ ശക്തമായ സമരവുമായി അവർ മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സിമലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.